സൂപ്പർ. കുറച്ചും കൂടെ ഗ്രീനറി വരും ഇതിന്. അത് എനിക്കൊന്ന് മൺസൂൺ സീസണോ ഏതൊരു സീസൺ ഉണ്ട്. സൂപ്പർ വ്യൂ കേട്ടോ. ടീസ് കഫറ്റീരിയയിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. റൈസ് ആണ്, പിന്നെ ഒരു ഹോട്ട് ഷോപ്പ്. ഹലോ ഫാമിലീസ്, അപ്പൊ നമ്മള് ഡേ 3 ആണ് കൊടൈക്കനാൽ. നമ്മളിപ്പോ വന്നിരിക്കുന്നത് മന്നവന്നൂർ ഷീപ്പ് ഫാമിലോട്ടാണ്. സോ ഇന്നത്തെ നമ്മളുടെ മൊത്തത്തിൽ പ്ലാൻ എന്ന് പറഞ്ഞാൽ പൂമ്പാറ മന്നവന്നൂർ ഷീപ്പ് ഫാം. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ എവിടെയെങ്കിലും സമയം ഉണ്ടെങ്കിൽ പോവാം എന്നുള്ള രീതിയിലാണ്. സോ കാണിച്ചു കൊടുക്ക. നട്ട് ഉച്ചയാണ് കേട്ടോ, അതാണ് ഭയങ്കര വെയിലുണ്ട്. ഇതൊക്കെ കൃഷിയിടമാണ്, ഇതെല്ലാം ഇത് ഫുൾ കൃഷിയിടമാണ്. അവിടെ പോയി ടിക്കറ്റ് ഒക്കെ ഉണ്ടോ? ടിക്കറ്റ് ഉണ്ട്. 5 മണി 10 മണിക്ക് തുറക്കും, 5 മണിക്ക് ക്ലോസ് ചെയ്യും. ഇതാണ് അവർ ഇന്നലെ പറഞ്ഞ ടൈമിങ്. എൻട്രി ഫീ ആണ് 50 രൂപയാണ് 2 പേർക്ക്. കുട്ടികൾക്കാണെങ്കിൽ 20 രൂപ. അത് ഒരു വലിയ സ്റ്റെയർ കയറിയാണ് പോവേണ്ടത്. സ്റ്റെയർ അല്ല, അതാണ്. സ്റ്റെപ്പും കേറാൻ വയ്യ. ഇതിലല്ലേ പക്ഷെ മറ്റേ എനിക്കൊന്ന് ഈ മഴ ടൈമാണ് അതിനെ പറയണത്. ആ ടൈമിൽ കുറച്ചും കൂടെ ഗ്രീനറി ആയിട്ട് നിൽക്കും. മൺസൂൺ ടൈം. ഇത് കുറച്ച് ഗ്രീനറി, കുറച്ച് ഡ്രൈ അല്ലേ കഴിഞ്ഞ സംഭവം. ഷീപ്പ് ഷെഡ് കേട്ടോ, ഷീപ്പുകൾ കിടക്കുന്ന സ്ഥലം. അതിന് മേച്ച് കഴിഞ്ഞിട്ട് പ്രതീക്ഷതയില്ല ഷീപ്പിനെ കാണാൻ വേണ്ടി പറ്റുന്നു. അത് ട്രിം ചെയ്തിട്ടിരിക്കണം കേട്ടോ, ഊളൊക്കെ മാറി. ഇപ്പൊ ചൂട് സമയമില്ലേ, ബൊമ്മന്ന രീതിയിലിരിക്കുന്നു ഷീപ്പ്. ഷീപ്പിന്റെ കാട്ടം. ഷീപ്പ് ഷീപ്പ് പാപ്പം കഴിക്കുന്നു. പാറട്ട് പാപ്പം കഴിക്കുന്നു. ഷീപ്പും പാപ്പം കഴിക്കുന്നു. ഷീപ്പ് പാപ്പം കഴിക്കുന്നു. ഷീപ്പുകളെല്ലാം അകത്തോട്ടാക്കി. സംഭവത്തിൽ ആ ടൈമിങ് അല്ലടാ, അതുകൊണ്ടാ. ചാടലല്ലേ ഷീപ്പ്. ഷെഡിലോട്ട് വലിയ റാബിറ്റ്. അമ്മ റാബിറ്റ്, കുഞ്ഞു റാബിറ്റ്. ഇതാണ് വൈറ്റ് ജയന്റ്. റാബിറ്റ് പാപ്പം കഴിക്കുന്നുണ്ടോ? റാബിറ്റ് പാപ്പം കഴിക്കുന്നുണ്ടോ? റാബിറ്റ് വലിയ റാബിറ്റ്, ഗ്രേറ്റ് ജയന്റ്. ഇത് വേറെ എന്താ പറയാ, ഇതിന്റെ ചെവി നോക്കണ ഇരിക്കണേ. ചെവി എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? അതാണ് അതിന്റെ പ്രത്യേകത. സോവിയറ്റ് ചൈന മൂലാണ് കേട്ടാ. സോവിയറ്റ് റഷ്യയിലാണ്. റഷ്യ, ചൈന എന്താ മൂലാണ്? റഷ്യൻ മൊയില്. എടാ അതന്നെ, അത് അങ്ങനെയാണ് കേട്ടോ. ഇപ്പം
പാപ്പം കഴിക്കുന്ന നോക്കുമ്പോ പാപ്പം കഴിക്കുന്നു. ഒരു പാപ്പം കഴിക്കണം. ഓ പാപ്പം 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 കഴിക്കുന്നു. കുഞ്ഞുമയില് 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 വേണ്ട. സൂപ്പര്. കണ്ടിട്ടില്ലല്ലേ നമ്മള്? കറുത്ത കടിക്കും. കറുത്തിന്റെ കണ്ണൊക്കെ സൂപ്പർ. നല്ല ഭംഗി കാണാൻ. ഡച്ച് ടച്ച് വരാൻ ഡച്ച് മയിൽ. ഡച്ച് മയിൽ കണ്ട ടച്ച് 2 കളർ. ചാരിറ്റി വെള്ളം കുടിക്കാൻ. ഇവിടെ ആളുകളെല്ലാം വെള്ളം കുടിക്കാനായിട്ട് വന്നിരിക്കുന്നതാണ്. വെള്ളം ഒഴിച്ചില്ലായിരുന്നു, വെള്ളം ഒഴിച്ചു കൊടുക്കുമായിരിക്കും. ആദ്യത്തെ അതിന്റെ മണ്ടയിലൊക്കെ കയറി അടിക്കാൻ ഉണ്ടാക്കണം. അത് വേണ്ട കേട്ടോ. മണപ്പിച്ചിട്ട് പോണോ നോക്ക്. ചാടുന്ന നോക്കടാ. ഇപ്പഴെടുത്ത് പോവാം. ഇതും കൂടെ കഴിക്കേ. ഏട്ടാ അടിപൊളിയല്ലേ കാണേ? പക്ഷെ കൊറച്ചേ ഉള്ളൂ. സൂപ്പർ. നല്ല വ്യൂ അല്ലേ? അടിപൊളി അടിപൊളി സ്ഥലം. ലേക്കുണ്ടോ അവിടെ? കുറച്ച് ഷീപ്പുകൾ ഇരിപ്പുണ്ട്. അവിടെ പോണേ നമ്മള് താരു. ഇവിടെ ഹോസ് റൈഡിങ് ഒക്കെ ഉണ്ട് കേട്ടോ. ാണ് പൂമ്പാറ വ്യൂ പോയിന്റ്. സൂപ്പർ അല്ലേ? വീട് പോലെ ഇരിക്കുന്നതാണ് പൂമ്പാറ വില്ലേജ്. നമ്മളിപ്പോ ആ വഴിയിലോട്ടാണ് പോവാൻ വേണ്ടി പോകുന്നത്. സത്യം പറഞ്ഞാൽ ഇത് ഇങ്ങനത്തെ വ്യൂ ആണ്. കുറച്ചും കൂടെ ഗ്രീനറി വരും. അത് എനിക്കൊന്ന് മൺസൂൺ സീസണോ ഏതൊരു സീസൺ ഉണ്ട്. ആ ടൈമിലാണ് ഇത് ഫുൾ ഗ്രീനറി ആയിട്ടിരിക്കും. ഇപ്പോഴാണ് അടിപൊളി അല്ലേ? ഇപ്പൊ കുറച്ച് വെറ്റ്ലാൻഡ് പോലെയൊക്കെ ഉണ്ട്. ഡ്രൈലായി. ഇതാണ് പൂമ്പാറ വില്ലേജ്. സൈഡ് നോക്കാം, അതൊക്കെ വില്ലേജ് ആണ്. ഇതാണ് സാധനം. കണ്ടാ പൂമ്പാറ വില്ലേജ് അടിപൊളിയല്ലേ? നമ്മളിവിടുത്തെ മുരുകൻ ക്ഷേത്രത്തിലാണ് പോകുന്നത്. ഇതാണ് ഗൈസ് പഴയ മുരുകൻ ക്ഷേത്രം. പാട്ടൊക്കെ കേൾക്കണല്ലോ. പണ്ടത്തെ രീതിയിലുള്ള മൈക്കാണ് ഈ സാധനം. അതിൽ നിന്നാണ് കേൾക്കുന്നത്. അപ്പൊ നമ്മള് ഇപ്പൊ വന്നേക്കുന്നത് നമ്മളുടെ പൂമ്പാറ മുരുകൻ ടെമ്പിളിലാണ്. മുരുകൻ അതായത് ബോദർ
എനിക്ക് കറക്റ്റായിട്ട് തെറ്റിയെങ്കിൽ ക്ഷമിക്കണം എന്നോട്. അങ്ങനെ ഒരാള് 3 ശില്പങ്ങൾ പണിഞ്ഞെന്ന്, 3 2 എന്തോ ആണ്. അതിൽ ഒരെണ്ണം പളനിക്കും ഒരു ശില്പം വന്നിട്ട് ഇവിടെ. അത് സംഭവം എന്ന് പറഞ്ഞാൽ അത് കുഴந்தை രൂപം എന്ന് പറഞ്ഞാൽ ബേബി രൂപത്തിലാണ് ഇവിടത്തെ ഈ ഒരു കൂമ്പാരം മുരുകൻ ടെമ്പിളിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഭയങ്കര ഫേമസ് ആണ്. അത് 3000 വർഷത്തോളം പഴക്കമുണ്ട് ഈ ടെമ്പിളിന്. 3000 വർഷത്തോളം പഴക്കമുണ്ട്. അടിപൊളിയാണ്. നമുക്ക് പിന്നെ ഇവിടുത്തെ ഓപ്പണിംഗ് ടൈം എന്ന് പറഞ്ഞാൽ രാവിലെ 6 മണി തൊട്ട് രാത്രി 7:30 വരെ ഉണ്ട്. ഉച്ചയ്ക്കായാലും ഇവിടെ തുറന്നു തന്നെ ഇരിക്കും. സോ നിങ്ങൾ വരുന്നവർ ഇവിടെ എന്തായാലും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യണം, കാരണം നല്ലൊരു ഇതുമാണ്. പിന്നെ ഇവിടെ വന്ന ശേഷം നമ്മൾ തൊട്ട് ഓപ്പോസിറ്റ് തന്നെ ഒരു അമ്മൂമ്മയുടെ കടയുണ്ട്. അവിടെ നിന്ന് വെളുത്തുള്ളി വാങ്ങണം. നല്ല, അതായത് കള്ളം പറ്റിക്കില്ല നമ്മള്, കാരണം നമ്മൾ ഇന്നലെ വാങ്ങിച്ച വെളുത്തുള്ളി ആള് കള്ളം പറ്റിച്ചു. പക്ഷെ ഇവിടുത്തെ അമ്മൂമ്മ കറക്റ്റായിട്ട് നമുക്ക് ഏതൊക്കെ ക്വാളിറ്റി ഉണ്ടെന്നും ഫസ്റ്റ് ക്വാളിറ്റി ആണോ സെക്കൻഡ് ക്വാളിറ്റി ആണോ എന്നൊക്കെ നോക്കി നമുക്ക് പറഞ്ഞു തരും. ഇവിടെ വിലയും കുറവാണ്. ഒരിക്കലും 280 രൂപയേ ഉള്ളൂ. മലപ്പൂണ്ടെന്ന് പറഞ്ഞാൽ മതി. ആ അമ്മൂമ്മേന്ന് വെളുത്തുള്ളി വാങ്ങിച്ചുകൊണ്ട് പോവാം. 10 മാസം വരെ ഗ്യാരണ്ടിയാണ്. 10 മാസം വരെ കേടാവില്ല. അപ്പൊ ഇനി നമ്മൾ നേരെ എവിടെയാണ് പോകുന്നത്? ഫുഡ് കഴിക്കാൻ വേണ്ടി പോയാണ്. നമ്മള് വുഡീസ് കഫറ്റീരിയ നമ്മളെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു കഫേയാണ്. സോ നമുക്കവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാൻ നല്ല വിശപ്പുണ്ട് എനിക്ക്. പിന്നെ നമ്മൾ ഇതും കൂടെ വാങ്ങിച്ചേട്ടാ, ആ കോവില് നമുക്ക് ചെറിയൊരു വെയിലും കൂടെ കിട്ടി അല്ലേ? ഇത് സമ്മതിക്കണില്ല ഒന്നിനും. സൂപ്പർ വ്യൂ കേട്ടോ. വുഡീസ് കഫറ്റീരിയയിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. പ്യുവർ വെജ് ആണ്. ഇതാണ് നമ്മളെ കഫറ്റീരിയ. വെജിറ്റേറിയൻ ഇതാണ്. അങ്ങനെ ഗൈസ് നമ്മൾ മറ്റേ വുഡീസിൽ വന്ന് ഓർഡർ ചെയ്ത് സാമ്പാർ റൈസും പുളിയോഗരം റൈസുമാണ്. പിന്നെ ഒരു ഹോട്ട് ചോക്ലേറ്റ്. സാമ്പാർ റൈസ് എങ്ങനെയുണ്ട്? സാമ്പാർ റൈസ് ടേസ്റ്റ് ചെയ്തോളാം. എങ്ങനെയുണ്ടാ? അതാണോ കൊള്ളാവുന്നത്? പക്ഷെ ഇവിടെ ഭയങ്കര കോസ്റ്റ്ലി ആണ് കേട്ടോ. എല്ലാം 300 രൂപയൊക്കെയാണ്. ഇത്തിപ്പൊരു ക്വാണ്ടിറ്റിയേ ഉള്ളൂ. അങ്ങനെ ഗൈസ് നമ്മൾ കൊടൈക്കനാൽ ലേക്കിലെത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മള് ലേക്കിലെത്തിയിരിക്കുകയാണ്. ഏകദേശം ഒരു 6:30 ടൈം വ്യൂ ആണ് കേട്ടോ ഇത്. ബോട്ടിംഗ് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റൂല. ബോട്ടിംഗ് അതെനിക്കൊന്ന് വൈകുന്നേരം തന്നെ വരണം അല്ലേ? 5 മണിയാകുമ്പം ക്ലോസ് ചെയ്യും. അല്ലാതെ സിറ്റി ലേക്ക് വ്യൂ അല്ലാതെ നമുക്ക് ലേക്ക് വ്യൂ മൊത്തം ഇങ്ങനെ ചുറ്റി കറങ്ങാം. നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാം. സാധനങ്ങൾ സ്നാക്സ് ഷോ ഇതൊക്കെ വാങ്ങാം. അത് അവിടെയൊക്കെയാണ് കട മൊത്തം. അപ്പുറ സൈഡാണ് സാധനം വരണത്. ഇവിടെ വന്നത് നമ്മൾ ഇനി വന്ന് ലേക്കിന്റെ അവിടെ കാർ പാർക്കിംഗ് ചെയ്യാൻ വേണ്ടി വരുന്നവരെ സൂക്ഷിക്കുക. നമുക്ക് എവിടെയാണോ പാർക്ക് ചെയ്യാൻ കിട്ടണം അവിടെ പാർക്ക് ചെയ്തിട്ട് വരണല്ലേ? അങ്ങനെയല്ല, ഫ്രണ്ട് വ്യൂവിലൊന്നും പാർക്കില്ല. റോഡ് സൈഡിൽ പാർക്ക് ചെയ്താൽ പെറ്റി അടിച്ചു തരും. അപ്പൊ നമ്മൾ ലേക്കിന്റെ ഉള്ളിൽ പോകണം. ഉള്ളിലോട്ട് പോയി അങ്ങോട്ട് അകത്തോട്ട് പോകുമ്പോഴാണ് പാർക്കിംഗ് വരുന്നത്. അവിടെ മാത്രമേ പാർക്ക് ചെയ്യാവൂ. അങ്ങോട്ടൊക്കെ ഉണ്ട് കുറെ. ആ ഭാഗം അങ്ങ് പോണം ലേക്കിന്റെ. ചിലപ്പോ അങ്ങ് അറ്റത്തൊക്കെ പോയി പാർക്ക് ചെയ്യേണ്ടി വരും. പറഞ്ഞത് ഏകദേശം 500-600 മീറ്ററോളം പോയാൽ പാർക്കിംഗ് കിട്ടും എന്നാണ് പറഞ്ഞത്. പക്ഷെ മെയിൻ റോഡിലൊന്നും പാർക്ക് ചെയ്താൽ ഫൈൻ അടിച്ചിരും. നമുക്ക് എന്താ ഭയത്തിന് നമ്മളെ കാർക്ക് ഇവിടെ പാർക്ക് ചെയ്യാൻ വേണ്ടി കിട്ടി ഭാഗ്യത്തിന്. ഇപ്പൊ നമുക്കിനി അങ്ങോട്ടൊക്കെ ഒന്ന് നടന്ന് സൈക്കിളൊക്കെ എടുത്ത് അഴട്ടീന ഡ്രസ്സൊക്കെ ചെയ്ത് എല്ലാം റെഡി ആക്കിയപ്പോ താമസിച്ചു കൊണ്ടുപോയി. കാരണം അല്ലാതെ നടക്കൂല. അവൾ ഇതിലേ ഇരിക്കുന്നില്ല. ആഹാരമൊക്കെ കഴിച്ചു കൊടുത്തു വന്നപ്പം താമസിച്ചു. അതാണ് ഫുൾ ഇരുട്ടായി. ഇല്ല, ഞാൻ അപ്പോഴേ പറഞ്ഞ ഏട്ടൻ നമ്മൾ വന്നതേ 6:30 ആയിരുന്നു. നമുക്ക് നാളെ വരാം എന്ന് പറഞ്ഞു. ഏട്ടൻ സമ്മതിച്ചില്ല. പുതുതായിട്ട് വന്ന അമ്യൂസ്മെന്റ് സെന്റർ ആണോ തോന്നുന്നത്. ഡാഷിംഗ് കാർ 70 ഹൊറർ ഹൗസ് അങ്ങനെ പലതരം ഗെയിംസ്. നൈറ്റ് ലൈഫ് ഇൻ കൊടൈക്കനാൽ. കൊടൈക്കനാലിലെ നൈറ്റ് ലൈഫ്. കൊറേ സാധനങ്ങളുണ്ട് വാങ്ങാനായിട്ട് അല്ലേ? അവിടെ വരയ്ക്കുന്ന ആൾക്കാരെ. നടന്ന് കൊടൈക്കനാൽ ബോട്ട് ഹൗസ് എത്തി. ഗൈസ് ഞാൻ ഒരെണ്ണം വാങ്ങിച്ച്. ഐ ലവ് കൊടൈക്കനാലിന്റെ ഈ ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത്. എല്ലായിടത്തും ഫിക്സഡ് റേറ്റ് ആണ് കേട്ടോ. പിന്നെ അയാൾ പറഞ്ഞു
ഇതല്ല വേറെ എവിടെയെങ്കിലും പോയെങ്കിൽ ഞാൻ എവിടെ കണ്ടായിരുന്നു, എനിക്ക് ഓർമ്മയില്ല. ഇവിടെ എല്ലായിടത്തും ഫിക്സഡ് റേറ്റ്, എല്ലായിടത്തും കട ചോദിച്ചു നമ്മള്. പിന്നെ കൂടുതൽ എടുക്കുകയാണെങ്കിൽ പൈസ കുറച്ച് തരാന്ന് പറഞ്ഞു. കൂടുതൽ എന്താ ഇത് തന്നെ കുറെ എടുക്കാൻ പറ്റുമോ? അതിനകത്ത് ഒരു ചിക്കൻ ഓൺലൈൻ സൂപ്പ്, ഒരു ചിക്കൻ കുക്കീം, അത് മാത്രമേ ഇങ്ങനെ ഗൈസ് നമ്മൾ ഒരു ഡെസേർട്ടിന് വേണ്ടി ട്രൂലി ഹെർബിയോളസ് അതന്നെ എവിടെ അടങ്ങിയിരിക്കുന്നില്ല കേട്ടോ. അതുകൊണ്ട് എല്ലാം നമ്മൾ പാർസലാണ് വാങ്ങണത് ഇപ്പം. നമ്മൾ സത്യം പറഞ്ഞ വന്നത് പേസ്ട്രീസ് കഴിക്കാനായിരുന്നു, പക്ഷേ ഇത് മൾട്ടി ക്യുസീനാണ്. അതിപ്പം നീ പറയത്തത്, നീ അവൾ കണ്ടെങ്കിൽ പറയത്തത് എൻ്റെ അടുത്ത്. ഞാൻ ഇന്നലെ കണ്ടത് ഒരു കുഞ്ഞിടയായിരുന്നു, ഞാൻ വലിയ ഇടനെ ഈ സദയം മാറ്റിയ എൻ്റെ ഒരു കൺഫ്യൂഷൻ. നീ എന്തായാലും നമുക്ക് അടുത്ത നാളെ അത് ട്രൈ ചെയ്യല്ലേ? അത് റൂം ഇട്ടിട്ട് ഓക്കെ, അതാണ് നമ്മൾ ഒരു ദിവസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാനാണ് പ്ലാന്. കാരണം വേറെ ഒന്നും കാര്യമില്ല. അതാണ് ഇവളാണെങ്കിൽ സമ്മതിക്കുകയില്ല. ഇവള് ബഹളം കണ്ട ഒരു സൈക്കില്ല. ഇനി ഇതാ അടുത്ത് ഇറക്കാൻ വേണ്ടി പോണ, ഇവിടെ ഇതാ അടുത്ത് എടുക്കാൻ വേണ്ടി പോണ കേട്ടോ. അല്ല അപ്പൊ പണ്ട് കോടീഷനായോണ്ട് എന്ത് പൊട്ടിച്ചാലും പൈസ കൊടുക്കില്ല. ഡേ മിണ്ടേ, അമ്മ അവിടെ അടക്കി വെച്ചിടാ. അങ്ങനെ ചോക്ലേറ്റും കഴിച്ച് അടിപൊളി യമ്മി ചോക്ലേറ്റ്. സത്യം എനിക്ക് പറയാൻ പറ്റിയില്ല, കാരണം ഇവളെ ബഹളം കാരണം. പക്ഷെ യമ്മി എന്ന് പറഞ്ഞാൽ യമ്മിയസ്റ്റ് ചോക്ലേറ്റ് ബ്രൗണി ആയിരുന്നു. നമ്മൾ ട്രിവാൻഡ്രത്ത് പക്ഷെ ഇങ്ങനെ, നമുക്ക് പൊതുവെ ട്രിവാൻഡ്രത്തും ഇങ്ങനത്തെ ചോക്ലേറ്റ് ബ്രൗണി കിട്ടില്ല. പിന്നെ സോസ് ഒന്ന് ഒഴിച്ച് ഇത്രയും നല്ല നല്ല സോസ് ഉണ്ടായിരുന്നല്ലേ, അടിപൊളിയായിരുന്നു. പിന്നെ നമ്മള് നേരെ വീട്ടിൽ പോയിട്ട് നമ്മൾ ഈ ഒരു ഫുഡെല്ലാം കഴിക്കാൻ ഭയങ്കര സമ്മതിക്കൂല, ഭയങ്കര ബഹളം. അപ്പൊ ഇന്നത്തെ ഡേ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പൊ നാളത്തെ വീഡിയോ വരെ ഇതാണ് നമ്മൾ ഓർഡർ ചെയ്ത എന്തോ സാധനം. അവൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് നമ്മൾ പതുക്കെ സംസാരിക്കുന്നത്. ചിക്കൻ തുക്ക്, മൊമോസ്. ഇത് നമ്മൾ മറ്റേ ടിബറ്റൻ ബ്രദേഴ്സ് അല്ലേ, ടിബറ്റൻ കിച്ചൺ എന്നാണ് ഇപ്പം അതിൻ്റെ പേര്. അവിടെ നിന്ന് ഓർഡർ ചെയ്ത് കഴിച്ചു നോക്കിട്ട് ചിലതും തണുത്തു പോയി. തുക്കയാ തന്നെ ആദ്യം കഴിച്ചാൽ കേട്ടോ. പക്ഷെ ഇതിൽ വെജിറ്റബിൾസ് കുറേ, മറ്റേ ഉള്ളിയൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? കൊള്ളാമോ? ഒരു മമ്മൂസ് നോക്കിച്ചാലേ. സ്റ്റീംഡ് മമ്മൂസ് അങ്ങനെയുണ്ട്. താരമ ഫുൾ ഉറക്കം, ഇത് ഭയങ്കര എരിവാ. ഓക്കെ ഗൈസ്, അപ്പം നാളത്തെ വ്യൂ പോയിന്റിൽ കാണാം.